ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എൻ്റെ അതുപോലെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മളുടെ ഇന്നത്തെ സബ്ജക്റ്റ് മാറ്റർ. അതായത് നമ്മൾ ബ്രിക്സ് ഡീഡോളറൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അതായത് ഡീഡോളറൈസേഷൻ സാധ്യമാണോ, അല്ലെങ്കിൽ ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കറൻസി, ഇന്ന് പറഞ്ഞാൽ വളരെ കുറേ ദശാബ്ദങ്ങളായിട്ട് ലോകത്തിൻ്റെ റിസർവ് കറൻസി, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കറൻസി ഡോളർ തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴും ഒട്ടുമിക്ക രാജ്യങ്ങളും ഏകദേശം ഗ്ലോബൽ ട്രേഡിൻ്റെ നല്ലൊരു ശതമാനം ഡോളറിൽ തന്നെയാണ് ട്രേഡുകൾ നടക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഡോളർ അമേരിക്ക വെപ്പണൈസ് ചെയ്യുക എന്നുള്ള ഒരു കാഴ്ചയെ നമുക്ക് കാണാറുണ്ട്. വെപ്പണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ കറൻസി ആയതുകൊണ്ടും ലോകത്തിൻ്റെ മുകളിൽ അവരുടെ ഒരു എന്താണ് പറയുന്നത് അപ്രമാദിത്യം, ഡോമിനൻസ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് ഈ ഡോളർ എന്ന് പറയുന്ന ഈ കറൻസിയിൽ കൂടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ലോകത്തിൽ നടക്കുന്ന പല ജിയോ ആയിട്ടുള്ള ജിയോ ഇക്കണോമിക്, ജിയോ പൊളിറ്റിക്കൽ ഒക്കെ തന്നെ ജിയോ സ്ട്രാറ്റജിക് എന്നൊക്കെ പറയുന്നത്, എന്താ വെച്ചാൽ യുദ്ധങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള എന്താണ് പറയുന്നത് സംഭവങ്ങൾ, എന്നുവെച്ചാൽ അമേരിക്ക പല രാജ്യങ്ങൾക്കെതിരെ ടാരിഫ് ഏർപ്പെടുത്തുക, സാങ്ഷൻസ് ഏർപ്പെടുത്തുക, ഇല്ലേ, അതായത് ട്രേഡ്, ഇക്കണോമിക്സ്, ഫിനാൻഷ്യൽ, ഇൻ്റർനാഷണൽ ഫൈനാൻസ്, ഇൻ്റർനാഷണൽ ട്രേഡ്, ഇൻ്റർനാഷണൽ കൊമേഴ്സ്, രാജ്യങ്ങൾ തമ്മിലുള്ള സ്ട്രാറ്റജിക്കായിട്ടുള്ള അലയൻസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, ഇപ്പം നമ്മൾ കാണുന്ന യുദ്ധങ്ങൾ. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഈ ഡോളറിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് സംഭവിക്കുന്നതെന്നും, അമേരിക്കയാണ് എവിടെ നമ്മൾ ഈ ലോകത്ത് ഈ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാലും അമേരിക്ക ഏതെങ്കിലും ഒരു പക്ഷത്തുണ്ടാകും, അല്ലെങ്കിൽ അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ, വെസ്റ്റേൺ അലയൻസ് നമ്മൾ പറയുന്ന, അവരെ ഒരു പക്ഷത്തുണ്ടാകും, ഏതെങ്കിലും ഒരു സൈഡിനെ അവർ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ള കാഴ്ചകൾ നമ്മൾ എസ്പെഷ്യലി UN ഉണ്ടായതിനു ശേഷം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം, അമേരിക്ക സൂപ്പർ പവറായതിനു ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അപ്പം അന്ന് മുതൽ അവർ തീർച്ചയായിട്ടും ഡോളർ ആണ് അവരുടെ ഏറ്റവും വലിയൊരു ആയുധം. അപ്പോൾ അതിനെ വെപ്പണൈസ് ചെയ്താണ് പല രാജ്യങ്ങൾക്കെതിരെ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ അവർ യുദ്ധം ചെയ്യുന്നത്, പല രീതിയിലുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള യുദ്ധങ്ങളുണ്ട്, ഇക്കണോമിക് വാറുണ്ട്, ഫിനാൻഷ്യൽ വാറുണ്ട്, ട്രേഡ് വാറുണ്ട്, ഇക്കണോമിക് വാർ പറഞ്ഞാണ്, യുദ്ധം, നേരിട്ട് യുദ്ധം, ഇപ്പോൾ നമ്മൾ ഇറാനെതിരെ, അല്ലെങ്കിൽ നേരത്തെ ഇറാഖിനെതിരെ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെതിരെ, ഇങ്ങനെയൊക്കെയുള്ള യുദ്ധങ്ങൾ, നേരിട്ടുള്ള യുദ്ധങ്ങൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് പ്രോക്സി വാസ്, സിവിൽ വാസ്, ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും എല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് തീർച്ചയായിട്ടും ഡോളർ എന്ന് പറയുന്ന ഗ്ലോബൽ കറൻസിയുടെ ഡോമിനൻസിനെ നിലനിർത്തുവാനും അതിനെ കൂടുതൽ എന്താണ് പറയുന്നത് ശക്തി കൊടുക്കുവാനും, അല്ലെങ്കിൽ ഒരു രാജ്യവും ഈ ഡോളർ എന്ന് പറയുന്ന സംവിധാനത്തിൽ നിന്നും പുറത്തു പോകരുത്. ഒറ്റയ്ക്ക് സാധ്യമല്ല, ഒറ്റയ്ക്ക് സാധ്യമല്ല ഒരു രാജ്യത്തിനും. ഒരു കോംബോ ആയിട്ട്, ഇപ്പം രണ്ട് രാജ്യങ്ങൾ കൂടി ചേർന്ന്, അല്ലെങ്കിൽ കുറേ രാജ്യങ്ങൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ ബ്രിക്സ് പോലൊരു അലയൻസ് ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും രീതിയിൽ ഒരു അലയൻസ് ഉണ്ടാക്കിയിട്ട് ഡോളറിനെ ചലഞ്ച് ചെയ്യുക, എന്നിട്ട് ഡോളറിൽ നിന്ന് മാറിയിട്ട് ഈ രാജ്യങ്ങൾ പരസ്പരം ട്രേഡ് നടത്തുക, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകരുത്. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമേരിക്ക അതെല്ലാം കൃത്യമായിട്ട് അതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് അതിനെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള രാജ്യങ്ങളെ അമേരിക്ക ഡീസ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്, ദുർബലപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു അല്ലെങ്കിൽ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത്, ഇപ്പം ബ്രിക്സ് എന്ന് പറയുന്ന ഒരു അലയൻസ് വളരെ പഴക്കമുള്ളൊരു അലയൻസ് അല്ല, കൂടിയൊന്നും ഒരു ദശാബ്ദക്കാലത്തെ ആയിട്ടുള്ളൂ ഇത് ഫോം ചെയ്തിട്ട്. അതിനകത്തിലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ ഒരു ഫൗണ്ടിങ് മെമ്പറാണ്. ചൈനയ്ക്കൊപ്പം, റഷ്യയ്ക്കൊപ്പം, പിന്നുള്ള സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, ഈ 4 രാജ്യങ്ങളുടെ 1, 2, 3, 5 രാജ്യങ്ങളുടെ ഒരു ആ പേരിൻ്റെ ലെറ്റേഴ്സ് ഇട്ടാണ് ബ്രിക്സ് എന്നുള്ളത്. ഇപ്പം BRICS ആണ്, നമുക്കറിയാതെ. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഇത്രയും രാജ്യങ്ങൾ ചേർത്താണ് ഇത് ഫൗണ്ട് ചെയ്തത്. അപ്പം ഇതിനകത്തിലിപ്പോൾ മറ്റു പല രാജ്യങ്ങളും ഏകദേശം 11 പ്രധാനപ്പെട്ട ഇമർജിങ് മാർക്കറ്റ് എന്നല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഈ പറഞ്ഞ ഫൗണ്ടിങ് മെമ്പേഴ്സ് അല്ലാതെ ബ്രസീൽ, ചൈന, റഷ്യ, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക അല്ലാതെ പിന്നുള്ളത് ഈജിപ്തുണ്ട്, അതിൽ എത്യോപ്യ ഉണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്, ഇറാനുണ്ട്,
റഷ്യയല്ല, സൗദി അറേബ്യ ഉണ്ട്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉണ്ട്, ഇറാനും ഉണ്ട്. ഇറാൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സൗദി അറേബ്യയും UAE ഉണ്ട് എന്നുള്ളത് കൂടെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഈ ബ്രിക്സ് വന്നതിന് ശേഷം നമ്മൾ പല വാർത്തകൾ കേൾക്കുന്നുണ്ട്. ബ്രിക്സ് കറൻസി ഉണ്ടാകാൻ പോവുകയാണ്, എന്നുവെച്ചാൽ അമേരിക്കൻ ഡോളറിനെ ചലഞ്ച് ചെയ്യാൻ പോവുകയാണ്, അമേരിക്കൻ ഡോളർ ഇല്ലാതാകാൻ പോവുകയാണ്, അല്ലെങ്കിൽ അമേരിക്കൻ ഡോളർ ഇപ്പം ലോകത്ത് അവരുടെ പ്രസക്തി ഇല്ലാതാകാൻ പോവുകയാണ്, അതിന് പകരം ബ്രിക്സിൻ്റെ കറൻസി ഉണ്ടാകാൻ പോവുകയാണ് എന്നൊക്കെയുള്ള പല റിപ്പോർട്ടുകളും വാർത്തകളൊക്കെ നമ്മൾ ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബ്രിക്സ് കറൻസി എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യം കാണിക്കുന്ന രണ്ട് രാജ്യങ്ങൾ ചൈനയും റഷ്യയാണ്. പിന്നെ ഇറാനിനകത്തിൽ ഫൗണ്ടിങ് മെമ്പറല്ല, ഇറാൻ അവരുടെ ഒരു പ്രോക്സി ആയിട്ടുള്ള രാജ്യമാണ് ഈ പറഞ്ഞ ചൈനയുടെ റഷ്യയുടെ. ഇറാനും അതിനകത്തിൽ കൂടുതൽ താല്പര്യമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണിത് ഈ ഡോളറിന് മാറിയിട്ട് ബ്രിക്സിൻ്റെ കറൻസി ഉണ്ടാകുന്ന ഈ പറഞ്ഞ രാജ്യങ്ങൾ വാശി പിടിക്കുന്നത്, അല്ലെങ്കിൽ അവർ അതിനകത്തിൽ താല്പര്യം കാണിക്കുന്നത് ചോദിച്ചാൽ നമുക്കറിയാം, അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സാങ്ഷൻസ്, ഇക്കണോമിക് സാങ്ഷൻസ്, ട്രേഡ് വാർ, ഇതൊക്കെ തന്നെ നേരിടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. ഇന്ത്യയുടെ മുകളിൽ അങ്ങനെ പ്രത്യേകിച്ച് സാങ്ഷനൊന്നും ഇല്ലെങ്കിൽ തന്നെയും, ചൈനയുടെ മുകളിലും സാങ്ഷനൊന്നും ഇല്ലെങ്കിൽ തന്നെയും, റഷ്യയുടെ മുകളിലും ഇറാൻ്റെ മുകളിലും ഒക്കെ തന്നെ പൂർണ്ണമായിട്ടും സാങ്ഷനുണ്ട്. അപ്പം ചൈന ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യയും ഈ വൻതോതിൽ പലതരത്തിലുള്ള ട്രേഡ് അല്ലെങ്കിൽ ഇക്കണോമിക് ആക്ടിവിറ്റീസ്, നമ്മുടെ ആയുധങ്ങൾ വാങ്ങിക്കുന്ന ഉൾപ്പെടെയുള്ള ഓയിൽ, ഗ്യാസ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ വൻതോതിൽ കച്ചവടം ചെയ്യുന്നതുകൊണ്ട് ഈ ഡോളറുമായിട്ട് സാങ്ഷൻസ് ഏർപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങളാണ് റഷ്യയും ഇറാനും എന്നുള്ളതുകൊണ്ട് നമുക്ക് ഡോളറിൽ കച്ചവടം ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ പിന്നെ വേറെ ഏതെങ്കിലും മീഡിയം ഓഫ് എക്സ്ചേഞ്ച് തിരഞ്ഞെടുക്കേണ്ടി വരും. അപ്പോൾ പൊതുവെ അത് ചെയ്യുന്ന പറഞ്ഞാൽ ഒന്നുകിൽ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ ഇൻഡിവിജ്വൽ കറൻസി, ഒന്ന് ഇന്ത്യയുടെ റുപ്പി ഉപയോഗിച്ച്, അല്ലെങ്കിൽ റഷ്യയുടെ റൂബിൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ചൈനയുടെ യുവാൻ ഉപയോഗിച്ച്. ഇപ്പോൾ ചൈന ഇക്കണോമിക് പവർ ആയതുകൊണ്ട് ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം തന്നെ സാമ്പത്തിക ശക്തിയാണ്ട് യുവാനാണ് പൊതുവെ പ്രിഫർ ചെയ്യുന്ന ഒരു കറൻസി. അതല്ല, ബ്രിക്സ് കറൻസി വരുവാണെങ്കിൽ തന്നെ അതിനകത്തിൽ ചൈനയുടെ യുവാൻ ബേസ്ഡ് ആയിരിക്കും. കാരണം ചൈനയ്ക്ക് ഇക്കണോമിക് വെയിറ്റ് കൂടുതലായതുകൊണ്ട്, ഇക്കണോമിക് ആയിട്ടുള്ള അവരുടെ പവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതല്ല, ഇന്ത്യ വീണ്ടും ഈ കഴിഞ്ഞ ദിവസം ജയ്പൂരിൽ ഈ പറഞ്ഞ നമ്മളുടെ ബ്രിക്സിൻ്റെ ട്രേഡ് ഇൻഡസ്ട്രി മിനിസ്റ്റേഴ്സിൻ്റെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ നമ്മളുടെ കൊമേഴ്സ് മിനിസ്റ്ററായിട്ടുള്ള പീയൂഷ് ഗോയൽ വീണ്ടും വളരെ ശക്തമായിട്ട് അടിവരയിട്ട് പറയുകയുണ്ടായി, ഇന്ത്യ ബ്രിക്സ് കറൻസിയെ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നുള്ളത്. നേരത്തെ അത് ഇന്ത്യ ഒഫീഷ്യലായിട്ട് തന്നെ ഡിക്ലെയർ ചെയ്തതാണ്. ഇന്ത്യ ഡീഡോളറൈസേഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബ്രിക്സ് കറൻസിയെ സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ഡീഡോളറൈസേഷൻ ഇന്ത്യ തയ്യാറല്ല. അമേരിക്കയെ വെറുപ്പിച്ചുകൊണ്ട്, എന്നുവെച്ചാൽ ഇന്ത്യയുടെ നല്ലൊരു ട്രേഡിംഗ് പാർട്ണറാണ് അമേരിക്ക. ഇന്ത്യയുടെ നല്ല എല്ലാ രാജ്യങ്ങളുടെയും ഏറ്റവും ബെസ്റ്റ് ട്രേഡിംഗ് പാർട്ണറാണ്, അല്ലെങ്കിൽ നമ്പർ 1 ട്രേഡിംഗ് പാർട്ണറാണ് അമേരിക്ക. അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യ അമേരിക്കയെ വെറുപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് പല സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെയും സ്ട്രാറ്റജിക്കായിട്ടും ഒക്കെ ഉള്ള തന്നെ ബന്ധങ്ങൾ നമ്മൾ വലിയ കുഴപ്പമില്ലാതെ, അല്ലെങ്കിൽ പഴയതിനേക്കാളൊക്കെ അല്പം കൂടെ മെച്ചപ്പെട്ട അവസ്ഥയിൽ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു, പിന്നെ ഇന്ത്യയുടെ നല്ലൊരു ട്രേഡിംഗ് പാർട്ണറാണ്. ഇന്ത്യക്ക് പെട്ടെന്ന് അമേരിക്കയെ വെറുപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിനെ ഇഗ്നോർ ചെയ്തുകൊണ്ടോ നമുക്ക് മറ്റ് ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ് സിസ്റ്റത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കത്തില്ല. ചൈനയ്ക്കും റഷ്യയ്ക്കും അവരുടേതായിട്ടുള്ള പ്രിഫറൻസ്, ഈ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ താല്പര്യങ്ങളും ഉണ്ടാകും. പക്ഷേ ഇന്ത്യക്ക് അതിനോട് ഒത്തുചേരാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓട്ടോണമി, നമ്മൾ സോവറിനായിട്ടുള്ളൊരു സ്വതന്ത്ര പരമാധികാരമുള്ളതൊരു രാജ്യമാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യ ആവർത്തിച്ചത് വ്യക്തമായിട്ടുണ്ട്, ബ്രിക്സ് കറൻസി ഇന്ത്യ സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ നമ്മുടെ ഈ കൊമേഴ്സ് മിനിസ്റ്റർ പറഞ്ഞെന്ന് പറഞ്ഞാൽ, അത് ഹിന്ദിയിലാണ് അദ്ദേഹം പറഞ്ഞത്, അതിൻ്റെ ഇംഗ്ലീഷിൽ ഇന്ത്യ ഇസ് നോട്ട് ഇൻ ഫേവർ ഓഫ് എ ബ്രിക്സ് കറൻസി. ബ്രിക്സ് കറൻസിക്ക് ഫേവർ ചെയ്യാൻ ഇന്ത്യ തയ്യാറല്ല. ഇന്ത്യ ബ്രിക്സ് കറൻസി സപ്പോർട്ട് ചെയ്യത്തില്ല. വി ഡു നോട്ട് സപ്പോർട്ട് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് എനി സച്ച് ബ്രിക്സ് കറൻസി സ്കീം. എന്നുവെച്ചാൽ നമ്മളെ ഇന്ത്യ ബ്രിക്സ് കറൻസിക്ക് ഒരു രീതിയിലും നമ്മളതിനെ അനുകൂലിക്കുന്നില്ല. ഇന്ത്യ ഒപ്പോസസ് ഇറ്റ്. ഇന്ത്യ അതിനെ എതിർക്കുന്നു. എന്ന് പറഞ്ഞാൽ ഡോളറിനെ അട്ടിമറിക്കുവാൻ, ഡീഡോളറൈസേഷന് ഇന്ത്യ തയ്യാറല്ല എന്നുള്ളതാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ റഷ്യയുടെയും ചൈനയുടെയും ഉദ്ദേശം ഡോളറിനെ ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഡോളറിനെ ചലഞ്ച് ചെയ്ത്
ബ്രിക്സിലുള്ള ഈ രാജ്യങ്ങളെല്ലാം ഒത്തുചേർത്ത് പ്രധാനപ്പെട്ട പവർഫുള്ളായിട്ടുള്ള ഇപ്പം ഇമർജിങ് മാർക്കറ്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മേജർ ഡെവലപ്പിംഗ് കൺട്രീസ് ആയിട്ടുള്ള ഇന്ത്യ, റഷ്യയും ചൈനയൊക്കെ തന്നെ, ബ്രസീൽ, ലാറ്റിൻ അമേരിക്കൻ, പിന്നെ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൽ നിന്ന് സൗത്ത് ആഫ്രിക്ക, പിന്നെ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് സൗദി അറേബ്യയും ഇറാനും UAEയും പ്രധാനപ്പെട്ട പവർഫുള്ളായിട്ടുള്ള രാജ്യങ്ങൾ ഇതിനകത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ തന്നെ ഇതിനകത്തിൽ ജോയിൻ ചെയ്യാൻ, ഈജിപ്റ്റ് മറ്റൊരു പ്രധാനപ്പെട്ട രാജ്യമാണ്, വളരെ വലിയ. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഒത്തുചേർന്ന് ഈ പറഞ്ഞ അലയൻസ് ബേസിലൊരു കറൻസി ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അമേരിക്കയെ വെല്ലുവിളിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെട്ടെന്നൊന്നും ഡോളർ ഈ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കാൻ പോകുന്നില്ല. പക്ഷേ സിസ്റ്റമാറ്റിക്കലി അല്ലെങ്കിൽ ഗ്രാജ്വലി ഒരുപക്ഷെ അതുകൊണ്ടാണല്ലോ അമേരിക്ക ഇത്രയും വിരൽ പിടിച്ചിട്ട് അവർ ഈ ഉണ്ടാക്കിയെടുക്കുന്ന യുദ്ധങ്ങൾ എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത് ഗിമിക്സ്, ഡോളറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഡോളറിനെ സേവ് ചെയ്യാനും ഒക്കെ തന്നെയാണ്. കാരണം ഡോളർ തീർന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ സാമ്രാജ്യം തകരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതിനുവേണ്ടി ഡോളറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നു. അതിന് ഡീഡോളറൈസേഷനെ ഒളിഞ്ഞും തെളിഞ്ഞും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ട് ആ രാജ്യത്തിനോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഇന്ത്യക്കെതിരെ നേരിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ട്രേഡ് വാർ അല്ലെങ്കിൽ ഇക്കണോമിക് സാങ്ഷൻസ് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രഷർ ടാക്ടിക്സ് ഇതൊക്കെ തന്നെയാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നേരിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുന്ന രാജ്യത്തിനാണെങ്കിൽ അവർ അങ്ങനെ നേരിട്ട് യുദ്ധം ചെയ്ത് കോൺക്വർ ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാനോ ശ്രമിക്കും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവരുടെ നമ്മൾ കാണുന്ന ടാക്ടിക്സ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ ടാരിഫ് വാർ അല്ലെങ്കിൽ സാങ്ഷൻസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പിന്നെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പ്രഷേഴ്സ്, സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഏതെങ്കിലും പ്രഷേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി. കാരണം അയൽ രാജ്യത്തിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത്, ഇപ്പോൾ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും ആം ചെയ്യുകയും ആയുധവൽക്കരിക്കുകയൊക്കെ ചെയ്ത് ഇന്ത്യയെ പ്രഷർ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ചൈനയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയെ പ്രഷർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ അതിന് തയ്യാറല്ല. ഇന്ത്യ അതിൻ്റെ കോൺസിക്വൻസ് നല്ല കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഡോളറിനെ മറികടന്ന് അല്ലെങ്കിൽ ഡീഡോളറൈസേഷനെ പിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡോളറിനെ അട്ടിമറിച്ചുകൊണ്ട് ബ്രിക്സ് കറൻസി ചൈനയുടെയും റഷ്യയുടെയും ഒപ്പം നിന്നുകൊണ്ട് ഇന്ത്യ ബ്രിക്സ് കറൻസിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒഫീഷ്യലായിട്ട് തന്നെ നമ്മളുടെ ഒരു മിനിസ്റ്റർ, ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന പീയൂഷ് ഗോയൽ എന്ന് പറയുന്ന ആ മിനിസ്റ്റർ ട്രേഡ് സമ്മിറ്റിൽ തന്നെ, അതായത് ബ്രിക്സിൻ്റെ ട്രേഡ് ഇൻഡസ്ട്രി മിനിസ്റ്റേഴ്സിൻ്റെ കോൺഫറൻസിലെ മീറ്റിങ്ങിൽ തന്നെ ജയ്പൂരിൽ അത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യ ഒരു രീതിയിൽ അത് സപ്പോർട്ട് ചെയ്യത്തില്ല എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തീർച്ചയായിട്ടും ബ്രിക്സ് കറൻസി എത്രത്തോളം യാഥാർത്ഥ്യമാകും, കാരണം ഇന്ത്യ ഫൗണ്ടിങ് മെമ്പറാണ്. അപ്പോൾ ഇന്ത്യ സപ്പോർട്ട് ചെയ്യാതെ ബ്രിക്സ് കറൻസിക്ക് എന്തായാലും തീർച്ചയായിട്ടും ഒരു രൂപീകരണം ഉണ്ടാകാനുള്ള സാധ്യത. ഇന്ത്യ എന്തുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോളറിനെ പിന്നെ അനുകൂലിക്കുന്നുണ്ടല്ല. കാരണം ഇതിനകത്തിൽ ബ്രിക്സ് കറൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ചൈനയ്ക്കായിരിക്കും അതിനകത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ പവർ അല്ലെങ്കിൽ ഡോമിനൻസ്, പ്രൊപ്പോർഷണലായിട്ടുള്ള പവർ ഉണ്ടാകാനുള്ള സാധ്യത എന്ന് ഇന്ത്യക്ക് തിരിച്ചറിയുന്നുകൊണ്ടാണ് ഇന്ത്യ അതിന് സമ്മതിക്കാത്തതെന്നുള്ളതാണ് അതിൻ്റെ ശരിക്കുള്ള കാതലായിട്ടുള്ളൊരു കാര്യം എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ബ്രിക്സ് ഒരു ഇക്കണോമിക്കായിട്ടുള്ള ഒരു അലയൻസാണ്. അത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ പ്രതിരോധപരമോ അല്ലെങ്കിൽ സൈനികപരമോ അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള, ഇപ്പം നേറ്റോ പോലോ അല്ലെങ്കിൽ ഈ ചൈനയും റഷ്യയും തന്നെ ഫോം ചെയ്തിട്ടുള്ള ഈ ഷാങ്ഹായ് സെക്യൂരിറ്റി കോപ്പറേഷൻ പോലുള്ള ഒരു സ്ട്രാറ്റജിക് അലയൻസ് ഒന്നുമല്ല, ഒരു ഇക്കണോമിക് അലയൻസാണ്, ഒരു കോപ്പറേഷനാണ്, കൺസൾട്ടേഷൻ രാജ്യങ്ങൾ തമ്മിൽ, ഈ പറഞ്ഞ രാജ്യങ്ങൾ തമ്മിൽ. അത് ഭാവിയിൽ അതെങ്ങനെ ആയിത്തീരുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ കണ്ടംപററി ഇഷ്യൂസ്, അതായത് ഗ്ലോബൽ റീജിയണൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്രാധാന്യമുള്ള ഇഷ്യൂസിനെയൊക്കെ പിന്നെ ഈ നമ്മളെ ഇതിനകത്തിലെ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ പ്രതികൂലമായി ബാധിക്കാത്ത രീതിയിൽ ഈ പറഞ്ഞ രാജ്യങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാക്കി. എന്നുവെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള, ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് പ്രധാനപ്പെട്ട രാജ്യമായിട്ടുള്ള ബ്രസീൽ, ആഫ്രിക്കയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിട്ടുള്ള സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, റഷ്യ, ചൈന, ഈ പറഞ്ഞ 3 രാജ്യങ്ങൾ. പിന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇപ്പോൾ UAEയും ഇതിനകത്തിൽ സൗദിയൊക്കെ തന്നെ അംഗമായിട്ടുണ്ട്. അപ്പം ഈ സൗദിയും UAEയും ഒക്കെ തന്നെ ഇറാൻ്റെ പക്കൽ നിന്നും ഇത്രയും കടുത്ത ആക്രമണങ്ങൾ നേരിടുമ്പോഴും അമേരിക്ക അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും പ്രതിജ്ഞാബദ്ധമാകാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്ന ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ തന്നെ ആയിരിക്കും. കാരണം ബ്രിക്സിനകത്തിൽ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ മെമ്പേഴ്സായി കഴിഞ്ഞു. അപ്പോൾ ഭാവിയിൽ അത് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള പ്രസൻസിനെയും ഡോമിനൻസിനെയും
ഈ റഷ്യയ്ക്കും ചൈനയ്ക്കും ഒപ്പം നിന്ന് ഈ രാജ്യങ്ങൾ ഒരുപക്ഷെ എത്രത്തോളം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നൊക്കെ ഉള്ളൊരു പിന്നെ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അമേരിക്ക ഈ പറഞ്ഞ സൗദിക്കും UAE-ക്കെതിരെയുള്ള ആക്രമണങ്ങളൊന്നും തന്നെ ഈ കാര്യമായ രീതിയിൽ അവരെ ഇതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു എന്താണ് പറയുന്നത് ഇനിഷ്യേറ്റീവ് എടുക്കാത്തത്. അത് ഓൾറെഡി മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നെല്ലാം അതിൻ്റെ വോയിസസ് ഇതിനെതിരെ കൺസേൺസ് ഇതിനെതിരെ അമേരിക്കയ്ക്കെതിരെ ഉണ്ടായിക്കഴിഞ്ഞു. ഒരുപക്ഷെ ഭാവിയിൽ അമേരിക്കൻ മിലിറ്ററി ബേസസ് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് ഒരുപക്ഷെ നീക്കം ചെയ്യപ്പെടാനുള്ള സാധ്യതകളും നമുക്ക് റഷ്യയുടെയും ചൈനയുടെയും ഉദ്ദേശം എന്നല്ല മിഡിൽ ഈസ്റ്റിൽ നിന്നും അമേരിക്ക കിക്ക് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. ഇറാൻ അവരുടെ പ്രോക്സിയായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ടുള്ള ഈ പറഞ്ഞ പോളിസി അല്ലെങ്കിൽ ബ്രിക്സ് കറൻസി വേണോ വേണ്ട എന്നുള്ളതിനെക്കുറിച്ച് നേരത്തെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ അന്ന് തന്നെ ഒഫീഷ്യലായിട്ട് അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുകൂടെ അതിനെ എന്താ പറയുന്നത് സ്ട്രെസ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2024 മുതൽ ഈ പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ തന്നെ എന്നുവെച്ചാൽ ഡോളറിനെതിരെ നീങ്ങാൻ താല്പര്യമുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപ് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുകയും പ്രത്യേകിച്ച് ബ്രിക്സ് ഇന്ത്യ, ചൈന, റഷ്യ ഈ പറഞ്ഞ രാജ്യങ്ങളെ ഒക്കെ തന്നെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുകയും വാൺ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഡോളറിനെതിരെ നിങ്ങൾ നീങ്ങുകയാണെങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള പിന്നെ നിലപാട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതുകൊണ്ടൊരു ഡോളറിനെ റീപ്ലേസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കേണ്ട എന്നുള്ള ഒരു വാണിങ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ചൈനയ്ക്കും റഷ്യയ്ക്കുമാണ് ഈ പറഞ്ഞ ബ്രിക്സ് കറൻസി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. കാരണം അവരാണ് അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ നിലവിലും ഭാവിയിലും കൂടുതൽ ഈ പറഞ്ഞ ഇക്കണോമിക് പ്രഷേഴ്സും അല്ലെങ്കിൽ മറ്റ് അതിനോടനുബന്ധിച്ചുള്ള ഈ സൈനികപരമായിട്ടുള്ള സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ ത്രെട്ടുകളും നേരിടാൻ സാധ്യതയുള്ള എന്നുള്ളത് കൊണ്ട് ഈ ഡോളറിനെ റീപ്ലേസ് ചെയ്ത് ഡോളറിനെ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് ഒരു ബ്രിക്സ് കറൻസി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുന്നത് അതിൻ്റെ അഡ്വക്കേറ്റ്സ് എന്ന് പറയാൻ പറ്റുന്നത് റഷ്യയും ചൈനയുമാണ്. അവർക്കൊപ്പം ഇറാനും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയുടെ ഒഫീഷ്യൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ടു ബ്രിക്സ് കറൻസി. അങ്ങനെ ഒരു ബ്രിക്സ് കറൻസിക്ക് നമ്മൾ സപ്പോർട്ടല്ല എന്നുള്ളത്. ഡോളറിനെ നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ടല്ല, മറിച്ച് ചൈനയ്ക്കിനതിൽ കൂടുതൽ ആധിപത്യം ഉണ്ടാകും എന്നുള്ളൊരു റിയലൈസേഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിനുവരെ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഒരു ബ്രിക്സ് കറൻസിക്കൊന്നും പോകണ്ട. രാജ്യങ്ങൾ തമ്മിൽ അവരുടെ ലോക്കൽ കറൻസി ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ അതിലും ഉപരിയായിട്ട് നമ്മുടെ രാജ്യത്തുള്ള ഈ MSMEs അതായത് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസിന് കൂടുതൽ എന്താണ് പറയുന്നത് ഈ സെക്ടറിനെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ ആവശ്യമായിട്ടുള്ള ഫൈനാൻസിങ്ങും അല്ലെങ്കിൽ അതുപോലെ ഇക്കണോമിക് അസിസ്റ്റൻസും ഒക്കെ നമുക്ക് പരസ്പരം ഷെയർ ചെയ്തൊക്കെ തന്നെ മുന്നോട്ട് പോകാം. അതിന് പകരം ബ്രിക്സ് കറൻസി ഒന്നും വേണ്ട എന്നാണ് ഇന്ത്യയുടെ നിലപാട്. അപ്പോൾ ഇന്ത്യ ഒഫീഷ്യലായിട്ട് തന്നെ അത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പം തീർച്ചയായിട്ടും ഡോളറിനെ അട്ടിമറിക്കുവാൻ ഇന്ത്യ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അതിലുപരിയായിട്ട് ബ്രിക്സ് കറൻസി ഉണ്ടാകുകയാണെങ്കിൽ അതിനകത്തിൽ ഒരു ആധിപത്യം ചൈനീസ് യുവാൻ ആയിരിക്കും. അത് ഇന്ത്യ തീർച്ചയായിട്ടും സ്വീകരിക്കുന്ന ഒരു നിലപാടായിരിക്കത്തില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് തൽക്കാലം ഷെയർ ചെയ്യാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.